Momma's dishwash liquid. Soft on hands. കർഷക സമരം നടത്തുന്നത് ഖലിസ്ഥാൻ വാദികളാണെന്ന ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് ചുട്ട മറുപടിയുമായി 72-കാരനായ കർഷകൻ. രാജ്യത്തെ രക്ഷിക്കാൻ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവനാണ് എൻ്റെ മകൻ. എന്നാൽ ഒരു കർഷകന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ കുറ്റവാളിയായും ഭീകരനായും ഖലിസ്ഥാൻ വാദിയുമായി എന്നെ മുദ്രകുത്തുകയാണ്. 72-കാരനായ ബീങ് സിംഗ് എന്ന കർഷകനാണ് രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയവരുടെ മുന്നിൽ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാരന്റെ അച്ഛനാണ് ഞാനെന്ന് വിളിച്ചു പറഞ്ഞത്. എൻ്റെ മകൻ മാത്രമല്ല, എൻ്റെ മരുമക്കളും രാജ്യത്തെ സേവിക്കുന്ന ധീരരായ സൈനികരാണ്. ഞങ്ങൾ 4 സഹോദരന്മാരും ഓരോ കുട്ടികളെ രാജ്യസേവനത്തിനായി അയച്ചതാണ്. രാജ്യത്തിനായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഞങ്ങളെയാണ് സർക്കാർ കുറ്റവാളികളായി കാണുകയും ഭീകരരെന്ന് വിളിക്കുകയും ചെയ്യുന്നതെന്ന് ബീങ് സിംഗ് പറയുന്നു. ഉത്തർപ്രദേശിലെ ബിജ്നോർ സ്വദേശിയാണ് ഭീം സിംഗ്. തൻ്റെ ഗ്രാമത്തിൽ കരിമ്പും ഗോതമ്പും ബാർലിയും കൃഷി ചെയ്യുന്ന പാവപ്പെട്ട ഒരു കർഷകൻ. എന്നാൽ പ്രധാന കാർഷികോൽപ്പന്നങ്ങളിൽ പലതും കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ കാർഷിക നിയമം അനുസരിച്ച് കർഷകർക്ക് വിറ്റഴിക്കാനാവാത്ത നിലയിലെത്തിയതോടെയാണ് അതിജീവനത്തിനായി ഭീം സിംഗ് സമരമുഖത്തേക്ക് ഇറങ്ങിയത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച നിയമ ഭേദഗതിക്ക് സർക്കാർ ഒരുക്കമല്ലെങ്കിൽ ഭാര്യമാരും കുട്ടികളും പേരക്കുട്ടികളുമൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ തെരുവിലേക്കിറങ്ങുമെന്നും ബീങ് സിംഗ് പറയുന്നു. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കണമെന്ന് കർഷകർ കരുതിയിട്ടില്ല. എന്നാൽ രാജ്യത്തിനായി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ ദുരിതം രാജ്യം മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീം സിംഗിനെ പോലെ 1000 കർഷകർ ഇന്ന് പോരാട്ട വീര്യവുമായി ഡൽഹിയിലുണ്ട്. അവരെയാണ് മോദി സർക്കാർ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നത്. സ്വന്തം മക്കളെ അഭിമാനത്തോടെ രാജ്യത്തിന്റെ പോരാളിയാവാൻ അയച്ച ഭീം സിംഗിനെ പോലുള്ളവർ ഒരു കൃഷി ചെയ്തുവെന്നതിൻ്റെ പേരിൽ, കർഷകരുടെ അവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തിയു എന്ന പേരിൽ രാജ്യസ്നേഹികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid. Soft on hands.